അത് ഒരു 74 ദിവസം അതൊരു വല്ലാത്തൊരു ജേണിയേനു. അതിൽ സംതൃപ്തിയുണ്ട്. പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞ് അവരെ വീട്ടിൽ അർജുനെത്തി. ഇനി ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഉണ്ടാവും. തീർച്ചയായും അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. കാരണം ഒരു തൊഴിലാളിയോടല്ല, സ്വന്തം അനുജനെ പോലെയായിരുന്നു മനാഫ്ക. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ഒരു മുതലാളി ഉണ്ടാവുന്നത് ഒരു തൊഴിലാളി ഉണ്ടായിട്ടാണല്ലോ. തൊഴിലാളി ഇല്ലെങ്കിൽ മുതലാളി എന്ത് ചെയ്യും? മുതലാളി ഒരിക്കലും മുതലാളിൻ്റെ വീട് കഞ്ഞി പിടിച്ചു പോകുന്നത് ഈ തൊഴിലാളിനെ കൊണ്ടാണ്. ഇതുമാതിരത്തെ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ, നല്ല ആത്മാർത്ഥമുള്ള തൊഴിലാളികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട് നിറച്ചു മുതലാളിമാരാവും. അതിലൊരു സംശയമില്ല. ചെറിയ രസതന്ത്ര. അപ്പോൾ ആ ഒരു ഇതിൽ ഇന്നുള്ള ഇവരെ ഈ ഫാമിലിൻ്റെയും സങ്കടം മൊത്തം കേരളത്തിൻ്റെ സങ്കടമാണ്. അതിൽ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ അകമഴിഞ്ഞ സപ്പോർട്ടുണ്ട്, പ്രതിപക്ഷ നേതാക്കന്മാരുടെ സപ്പോർട്ടുണ്ട്, എല്ലാവരും സപ്പോർട്ടും നമുക്ക് കിട്ടി. ആ തെരച്ചിലിൻ്റെ സമയത്ത് മനാഫ്ക തന്നെ പറഞ്ഞിരുന്നു, ഈ തെരച്ചിലിന് എന്താ മന്ത്രിയുടെ മകനാണോ എന്നൊക്കെ ചോദിച്ചൊരു. അല്ല, അതിപ്പോൾ ഇവിടെ വന്ന MLA മനസ്സിലായിട്ടുണ്ടാവും. ഒരു സാധാരണക്കാർക്ക് നമ്മളെ കേരളത്തിൽ എന്താണ് വില, അതിപ്പോൾ ഇവിടെ വന്ന എല്ലാ പോലീസുകാർ, കർണാടകയിൽ നിന്ന് വന്ന പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സത്യയിലൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതാണ് പറഞ്ഞത്, ഇവിടുത്തെ മുഖ്യമന്ത്രി ആയാലും MLA മാരായാലും ഭയങ്കര. അതെ, അവർക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. എന്നോട് അന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പം ജനങ്ങൾ കാണിച്ചു കൊടുത്താൽ എന്താ എൻ്റെ സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നത്തിനും സാധാരണക്കാർ മുന്നിൽ നിന്ന് നയിച്ച് വിജയിച്ച് അതന്നെ. ഞാൻ രാവിലെ ഒരു ബൈറ്റ് എടുത്ത മലപ്പുറത്ത് നിന്നുള്ള ഒരാൾ പുലർച്ചെ 3 മണിക്ക് ഇവിടെ എത്തി. പുള്ളി പറഞ്ഞത്, ഇനി മനാഫ്ക ഒരു ലോറി എടുക്കുകയാണെങ്കിൽ അർജുൻ്റെ പേരിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ലോറി ബിസിനസ് തന്നെ വേണ്ട എന്നുള്ള അഭിപ്രായം വെറുത്ത് വയ്ക്കുന്നു. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ലോറി തൊഴിലാളികൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞ് നമുക്ക് അന്നം കൊണ്ടുപോയി തരുന്ന കൂട്ടരാണ്. ഓരോ ദിവസവും അപമാനം എന്ന് പറയുന്നത് ഒരു 1.5 ശിക്ഷ. ആ ശിക്ഷ ഡെയിലി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഡ്രൈവർ, ലോറി തൊഴിലാളികൾ, അങ്ങനെയുള്ള ആളുകൾ. അതിനൊരു അറുതി വരുത്തണം. ഇനി നാളെ ഏത് ഡ്രൈവറെ കാണുകയാണെങ്കിലും ഒരു ബഹുമാനം തോന്നണം. അതൊക്കെ തന്നെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ ഇതിൽ പഠിപ്പിച്ചു കഴിഞ്ഞല്ലോ. നാളെ ഇനിയൊരു 4 ദിവസം കഴിഞ്ഞാൽ ഞാനിതിൽ നിന്ന് മാഞ്ഞു പോകും. പക്ഷെ നമ്മൾ ഈ ചെയ്തു വെച്ച ഓരോ പ്രവൃത്തികളും ഓരോന്നും, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ രക്ഷാപ്രവർത്തനം നടക്കണം, ഈ ഒരു പോരാട്ടം ഉണ്ടല്ലോ, ആ പോരാട്ടം കാലത്തിൻ്റെ ഇതിൽ എഴുതപ്പെട്ടു പോയിക്കണ്. അതൊരിക്കലും മായാൻ അനുവദിക്കരുത്. നമ്മളെല്ലാവരും മാഞ്ഞോട്ടെ. ചെയ്ത പ്രവൃത്തി കാലാകാലം നിലനിൽക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഇത് കണ്ട് ഞാൻ പറയണത് പ്രതികരിക്കുന്ന ഒരു സമൂഹമായി മാറണം. നമ്മൾ കണ്ടു നിന്ന് സെൽഫി എടുത്ത് പോകാതെ, ഫോട്ടോ എടുക്കാതെ അതിനെതിരെ പ്രതികരിക്കുന്ന ശബ്ദം ഉയർത്തണം. പരാജയങ്ങളുണ്ടാവും, പക്ഷേ ഒരു ദിവസം അവസാനം ഇതിനൊരു വിജയം ഉണ്ടാവും. നമ്മളെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ കുടുംബത്തോടൊപ്പം ഇനി എന്നുണ്ടാവും. തീർച്ചയായിട്ടും നമ്മളെ ഫാമിലി അല്ലേ, അന്നും ഇന്നും ഒക്കെ ഫാമിലി തന്നെ, എല്ലാവരും ഉണ്ടാവും.